ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും വലിയ സൂഫി വര്യന്മാരോടാണ് എന്ന്. പക്ഷെ ഞാൻ പറയും ചാരിറ്റി, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സോഷ്യൽ വർക്ക് ചെയ്യുന്ന, സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ തസ്ബീഹമാല കയ്യിൽ പിടിച്ച്, ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ ചർച്ചുകളുടെയോ മുക്കുമൂലകളിൽ ഇരുന്നുകൊണ്ട് 24 മണിക്കൂറും സുജൂദിൽ കിടക്കുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളോടല്ല. പുറത്തിറങ്ങി ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വീടാന്തരം കയറി കണ്ണീര് കുടിക്കുന്നവരുടെ കണ്ണീരൊപ്പണം, പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി അകറ്റണം, വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകണം, കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം, രോഗികളായ ആളുകളെ കൈകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചികിത്സിക്കണം, സഹായിക്കണം. ഇത്തരം ആളുകളെയാണ് പള്ളിയുടെ മെഹ്റാബുകളിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്നവരെക്കാളും അള്ളാഹുവിന് ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പേ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റുകൊണ്ട് 2 റക്അത്ത് സുജൂദ് നിസ്കരിക്കലല്ല. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. പ്രയാസം അനുഭവിക്കുന്നവന്റെ സമീപത്തു നിന്ന് അവന്റെ സമീപത്ത് പോയി അവന്റെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയുന്നത്, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്, അവന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ കാരണത്താൽ മറ്റൊരാൾക്കൊരു സന്തോഷമുണ്ടായാൽ അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? പലരും ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ്. കാരണം എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, ദിക്ർ ചൊല്ലാൻ സമയം കിട്ടൂല, വായനക്ക് സമയം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. വായന വേണം, ഖുർആൻ പാരായണം വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, തസ്ബീഹ് വേണം, സ്വലാത്ത് വേണം. അതിനിടയിൽ ഒരല്പസമയം ചാരിറ്റിക്ക് വേണ്ടി, സാമൂഹിക സേവനത്തിന് വേണ്ടി, പാലിയേഷൻ, സാന്ത്വനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മാറ്റിവെക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരല്പസമയം മാറ്റിവെച്ചാൽ മതി. അതുകൊണ്ടുള്ള നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ, ഒരു രോഗിയെ സഹായിക്കുമ്പോൾ അതുപോലെയുള്ള രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ നമ്മൾ സഹായിച്ചാൽ അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഒരു പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പകറ്റിയാൽ മരണം വരെ പട്ടിണിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്താലുള്ള നേട്ടങ്ങൾ ഇതാണ്. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സഹായിക്കുന്നുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരാതെ അള്ളാഹു നമ്മെ സലാമത്താക്കും. അതുകൊണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും, ഉസ്താദുമാരായാലും ആലിമീങ്ങളായാലും സാമൂഹിക സേവനം നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ്